എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ, തോൽപ്പാവക്കൂത്ത് കലാകാരൻ. ഇന്ന് ലോക പൈതൃക ദിനമാണ്. നമ്മുടെ സംസ്കൃതിയെയും നമ്മുടെ സംസ്കാരത്തെയും എല്ലാം എങ്ങനെയാണ് യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്നതിന്റെ ഭാഗമായി ഗുരുവായൂരിൽ പൈതൃകത്തിന്റെ ദിനം ആചരിക്കുകയുണ്ടായി. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതോടനുബന്ധിച്ച് മറ്റുള്ള കലാകാരന്മാരെയും ആദരിക്കുവാനും അതുപോലെ തന്നെ അവരുമായി സംസർഗം പുലർത്തുവാനും അതുപോലെ തന്നെ പൈതൃകത്തിന്റെ ആ കുടുംബാംഗങ്ങളെയെല്ലാം കാണുവാനും അവരുമായി ഉള്ള ആശയവിനിമയത്തിലേക്കും ഒരു അവസരം ഒരുക്കുകയുണ്ടായി. അപ്പോ പൈതൃകം എന്ന് പറയുന്ന ഈ സംഘടന അതിൽ നമുക്ക് തുടക്കം കുറിച്ച അന്ന് മുതൽ പത്മശ്രീ വരെ നേടുവാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ന് കാലത്ത് കൂടി നെന്മാറയിലുള്ള ഒരു പൈതൃകവുമായി ബന്ധപ്പെട്ട തോൽപ്പാവക്കൂത്തിന്റെ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായി തോൽപ്പാവകളെ ആനപ്പുറത്ത് കയറ്റി ആചരിച്ചുകൊണ്ട് ദേവിക്ക് കൊണ്ടുവരുന്ന ആ ഒരു പൈതൃകത്തിന്റെ ചടങ്ങുണ്ടായിരുന്നു. ആ പൈതൃകമായിട്ട് നമ്മുടെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി രണ്ടാമത്തെ ചടങ്ങിലേക്കാണ് ഞാൻ വരുന്നത്. അത് വളരെ മനോഹരമായിരുന്നു, വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ആശയങ്ങളാണ്, ഒരു 10-16ഓളം സംഭവ വികാസങ്ങളാണ് ഈ പൈതൃകം എന്ന ഗുരുവായൂരിന്റെ സംഘടനയിലൂടെ ലോകാലോകമെങ്ങും എത്തപ്പെടുന്നത്. അങ്ങനെ ലോകാലോകമെങ്ങും എത്തപ്പെടുമ്പോൾ പൈതൃകത്തിന്റെ അതിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതിയും സംസ്കാരവും എത്തപ്പെടുമ്പോൾ മനസ്സ് നിറയുകയാണ്. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പാരമ്പര്യത്തെയും പൈതൃകത്തെയും വേണ്ട വിധത്തിൽ കാത്തു സൂക്ഷിക്കണം എന്ന മനസ്സോടുകൂടി അതിൻ്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പൈതൃകത്തിൻ്റെ പ്രവർത്തകരെ വരാൻ പറഞ്ഞപ്പോൾ വരാതിരിക്കാൻ വയ്യ എന്നുള്ളത് മാത്രം വന്നതാണ്. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൈതൃകത്തിൻ്റെ പ്രവർത്തകരെ മുഴുവൻ തന്നെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇന്നലെയുടെ തുടർച്ചയാണ് ഇന്ന് എന്ന് പറയുന്നത്. പക്ഷേ കാലം കഴിയും തോറും ഇന്നലെ എന്നുള്ളത് വിസ്മൃതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പുതിയ തലമുറ നമ്മുടെ പാരമ്പര്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു മാറ്റം വരാൻ, പുതിയൊരു വെളിച്ചം പകരാൻ, ഇതിൻ്റെയൊക്കെ മൂല്യം ഇന്നതാണ് എന്ന് കുറച്ചെങ്കിലും ബോധ്യപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ സംഗതിയാണ്. പക്ഷേ നമ്മൾ വേറൊരു പ്രശ്നം തോന്നിയത് എന്താ അറിയോ, ഇതറിയേണ്ടവരാരാണോ അവരാണ് വരാതിരിക്കുന്നത്. ഇതറിയുന്ന ആൾക്കാർ, ഇത് കൊണ്ടുവന്ന ആൾക്കാർ, ഇതിനോട് മനസ്സുള്ള ആൾക്കാർ അവരിവിടെ നിറച്ചുണ്ട്. എന്തോ ആവട്ടെ, ആ മനസ്സിനെയാണ് അഭിനന്ദിക്കുന്നത്. ഞാൻ സോമസുന്ദരൻ, എൻ്റെ ഭാര്യ ഇന്ദിര, ഞങ്ങൾ പൈതൃക സംഘടനയുടെ ഭാരവാഹികളാണ്. ഇത് എഴുത്തുപെട്ടി പണ്ട് കാലത്ത് വീട്ടുകളിൽ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ, പണം സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്ന പെട്ടിയാണ്. അതിനെ എഴുത്തുപെട്ടി എന്ന് പറയും. പിന്നെ ഇത് സാധാരണ ഒരു പ്രൗഢിയാണ്. വടി മണിച്ചിത്രത്താഴിലൊക്കെ കാണാം നമ്മുടെ കാരണവര് വടി. ഇത് ശരിക്കുള്ള പഴയ ടെമ്പി പൈലറ്റിന്റെ സ്വിച്ചുകളാണ്. ഇപ്പൊ അത് കിട്ടില്ല. ഇത് വെള്ളം സിനിമ തിയേറ്ററിലൊക്കെ പണ്ട് തീപിടുത്തുണ്ടായ വെള്ളം പമ്പ് ചെയ്യാനുള്ളതാണ്. ഇതേ കൂടെ വെള്ളം എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിൽ പൊന്തിക്കാൻ സാധിക്കും. പണ്ട് മെതിയടി, അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന മെതിയടി ആണ് ഇത്. ഈ വിളക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഫോറിൻ സാധനമാണ്, വളരെ പഴക്കമുള്ളതാണ്. ഇതിന് പെട്രോമാക്സിൻ്റെ മാതിരി മാൻഡിൽ കെട്ടിയിട്ട് കത്തിക്കുന്നതാണ്. വലിയൊരു ഗ്ലാസ്, അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ പൊന്തിച്ച് അതിൽ സാധാരണ തിരിക്ക് പകരം തിരിയും ഉണ്ടാവും. പെട്രോമാക്സിൻ്റെ മാൻഡിലും കെട്ടിയാൽ ഭയങ്കര വെളിച്ചമായിരിക്കും. പിന്നെ ഇത് സാധാരണ തൂക്കം നോക്കുന്ന ഗ്ലാസ്. ഒരു 50 കൊല്ലം മുമ്പ് കറണ്ട് വരുന്നതിന് മുമ്പുള്ള പെട്രോമാക്സ്. പഴയകാല കൊഡാക് ഫോൾഡിങ് ക്യാമറ, ബോക്സ് ക്യാമറ. ഇത് നമ്മുടെ ഹരിക്കൈൻ വിളക്ക്. എന്ത് കൊടുങ്കാറ്റും വന്നാൽ കെടാത്തത് കൊണ്ടാണ് അതിന് ഹരിക്കൈൻ എന്നുള്ള പേര് തന്നെ വന്നത്.
ഇത് വെള്ളിക്കോല് എന്ന് പറയുന്നതിനെ വെള്ളിയുറുപ്പ് ഇട്ടിട്ടാണ് ഇതിൻ്റെ തൂക്കം നോക്കിയിരുന്നത്. ഇതിന് 20 കിലോ വരെ ഇന്ന് തൂക്കം പിടിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോഴും അതിന് പ്രാധാന്യമുണ്ട്. കഴഞ്ചിക്കോല് എന്ന് പറയും. അന്ന് ഗ്രാമും മില്ലിഗ്രാം ഒന്നല്ല തൂക്കം, കഴഞ്ച്, പണത്തൂക്കം, പലം, റാത്തൽ, ആ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ തൂക്കം നോക്കുന്ന ഉപകരണമാണ് ഇത് കഴഞ്ചിക്കോല്. നിലം തല്ലി ഒപ്പാക്കുന്ന സ്ഥലമാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇത് അടിച്ച് നിലം ഒപ്പാക്കും. ഇതിനെ നിലം തല്ലി പിന്നെ ഇത് മുറുക്കാൻ കോളാമ്പി, തുപ്പുന്ന നമ്മുടെ എണ്ണം പിള്ള കോളാമ്പി എടുക്കാൻ പറയുന്ന രംഗമൊക്കെ ഈ പാത്രമാണ്. ഇന്നും നമുക്ക് ആവശ്യമുള്ളതാണ്. കറണ്ട് ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഷർട്ട് തേക്കാൻ വെച്ചെങ്കിൽ 2 ചിരട്ട ഉണ്ടായാൽ മതി. ഇത് പറ. ഈ പറയുടെ പ്രത്യേകത ആർക്കും അറിയില്ല. പറ എന്ന് പറയും. ഇതിന് 2 കാതുണ്ട്, ഒന്ന് ചോട്ടിലും ഒന്ന് മുകളിലും. അപ്പം ആ കുട്ടകത്തിൻ്റെയൊക്കെ കാത് മാതിരിയല്ല, അതിന് വ്യത്യാസമുണ്ട്. ഇതെന്താ വെച്ചാൽ നെല്ലൊക്കെ അളന്ന് ഇങ്ങനെ ചരിച്ചാൽ കംപ്ലീറ്റ് പോകും, ഇങ്ങനെ ചരിച്ചാൽ ഹാഫ്, അങ്ങനെയുള്ള ഒരു അളവാണ് അതിനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ലോക പൈതൃക ദിനം ഏപ്രിൽ 18 ഇന്ന് ഇവിടെ പൈതൃകം ഗുരുവായൂർ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. 1983 യുനെസ്കോ എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ലോകമെമ്പാടുമുള്ള മോണ്യുമെൻറ്റ്സ് സൈറ്റ്സ് സ്ഥലങ്ങളുമടക്കം സംരക്ഷിക്കണമെന്നതിൻ്റെ ഒരു ഉദ്ദേശപ്രകാരമാണ്. ആ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ടാണ് ലോക പൈതൃക ദിനം ആചരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ ഈ ലോക പൈതൃക ദിനം ആചരിക്കപ്പെടുന്നു. പൈതൃകം ഗുരുവായൂർ ഇന്ന് ഗാന്ധി സ്മൃതി മണ്ഡപത്തിലെ പൈതൃക വസ്തുക്കളുടെ പ്രദർശനമടക്കമാണ് അത്തരത്തിലെ പൈതൃക ദിനം ആഘോഷിച്ചത്. 100-150 വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ, രാമായണ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ആയുർവേദവുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങൾ, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്യാമറ തുടക്കം മുതലുള്ള ക്യാമറകൾ, ഫൗണ്ടൻ പേന, ഓട്ടുപാത്രങ്ങൾ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ ഇന്നിവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ, പുത്തൻ തലമുറ അത് കാണുകയും ചെയ്യും. കൂടാതെ ജ്യോതിദാസ് ഗുരുവായൂരിന് പൈതൃക ദിന പുരസ്കാരം, ഗുരുവായൂർ അഷ്ടപതി ഗായകൻ ജ്യോതിദാസ് ഗുരുവായൂരിന് പൈതൃക ദിന പുരസ്കാരം നൽകുകയുണ്ടായി. മാത്രമല്ല തിടമ്പ് എന്ന പുസ്തകത്തിലൂടെ ഗുരുവായൂരിൻ്റെ സംസ്കാരം, പൈതൃകം ജനങ്ങളിൽ എത്തിച്ച മാതൃഭൂമി ലേഖകൻ കല്ലൂർ ഉണ്ണികൃഷ്ണനെ ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം സംസ്ഥാന തലത്തിൽ നാടോടി നൃത്തത്തിൽ 1ാം സമ്മാനം ലഭിച്ച വൈഗ സുഭാഷിനെ സമാദരണം നടത്തുകയുണ്ടായി. ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട് തിരുവങ്കട ഉണ്ണികൃഷ്ണ സഹായ നിധിയിലേക്ക് ജീവകാരുണ്യ നിധിയിൽ നിന്ന് സഹായം നൽകുകയുണ്ടായി. വന്ന എല്ലാവർക്കും പൈതൃകത്തിൻ്റെ കൈനീട്ടം നൽകുകയുണ്ടായി. ഇത്തരത്തിൽ വളരെ നല്ല രീതിയിലാണ് പൈതൃകം ഗുരുവായൂർ പൈതൃക ദിന വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്.